സുഗീർ സംവിധാനം ചെയ്ത 3 ഡോട്ട്സ് പ്രദർശനം തുടരുന്നു. കുഞ്ചാക്കോ ബോബൻ, ബിജു മേനോൻ, പ്രതാപ് പോത്തൻ, നരേൻ എന്നിവർ വേഷമിട്ട 3 ഡോട്ട്സ് 3 ജയിൽ പുള്ളികളുടെ കഥയാണ് പറയുന്നത്. ചിത്രത്തിലെ നായകന്മാരിലൊരാളായ കുഞ്ചാക്കോ ബോബനും ചിത്രത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്ത കുഞ്ചാക്കോ ബോബനും മാസ്റ്റർ ബീവാസ്വാനുമാണ് മ്യാവുൽ അതിഥികളായെത്തിയിരിക്കുന്നത്. ഇരുവർക്കും മ്യാവുലേക്ക് സ്വാഗതം. റോമൻസിന്റെ വലിയൊരു വിജയത്തിന് ശേഷം 3 ഡോട്ട്സും എത്തിയിരിക്കുന്നു പ്രേക്ഷകരിലേക്ക്. പ്രതികരണങ്ങളൊക്കെ വളരെ നല്ലതാണല്ലോ. തീർച്ചയായിട്ടും. കാരണം 3 ദിവസം കൊണ്ട് ഏകദേശം 2 കോടി രൂപ ഗ്രോസും 80 ലക്ഷത്തോളം രൂപയുടെ ഷെയറും നേടിയ ഒരു ചിത്രമാണ് 3 ഡോട്ട്സ്. ശരിക്കും ഞങ്ങളൊരു ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്ന ഫാമിലി ഓഡിയൻസ് തന്നെയാണ്. പ്രത്യേകിച്ച് കുട്ടികളും ഫാമിലിയും എന്ന് പറയുന്ന ഒരു ഓഡിയൻസിനെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഇപ്പോൾ പരീക്ഷാ കാലമാണ്, പരീക്ഷാ സമയങ്ങളാണ്. എനിക്ക് തോന്നുന്നു നാളെ കൊണ്ടാണ് പരീക്ഷകളൊക്കെ തീരുന്നതും. അപ്പൊ അതിനുശേഷമാണ് ശരിക്കും ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ഓഡിയൻസ് എന്ന് പറയുന്നത് തിയേറ്ററിലേക്ക് വരാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ഒരു കളക്ഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഓർഡിനറിക്ക് ശേഷം സുഗീത്, പിന്നെ അതിൽ ഓർഡിനറിൽ അഭിനയിച്ച ഞാൻ, ബിജു, കൂട്ടുകാരനോടൊപ്പം പ്രതാപ് പോത്തൻ, നരേൻ, പിന്നെ ഈ കൊച്ചിമിടുക്കൻ വിവസ്വാൻ, ആ ഒരു കൂട്ടുകെട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക്, പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകർക്ക് ഒരു രീതിയിലും മോശമല്ലാത്ത രീതിയിൽ ആസ്വദിച്ച് കാണാവുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. ഈ പറയുന്ന പോലെ ഒരു പക്ക എന്റർടൈനർ എന്നുള്ള നിലയിൽ തന്നെയാണ് 3 ഡോട്ട്സിനെ ഞങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. തീർച്ചയായും 3 ഡോട്ട്സ് പ്രേക്ഷകരിലേക്ക് എത്തി. ആക്ച്വലി 3 ഡോട്ട്സ് എന്താണ് പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നത്? ജയിൽ പുള്ളികളുടെ കഥയാണ് എന്നൊക്കെ ഒരു രൂപമുണ്ടെങ്കിലും എന്താണ് 3 ഡോട്ട്സിന്റെ? ശരിക്കും ഓർഡിനറിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതില് കുടുംബ ബന്ധങ്ങളുടെയും അതേപോലെ തന്നെ ഒരു നന്മയുടെയും കഥയാണ് പ്രത്യേകമായിട്ട് സംവിധായകൻ സുഗീത് 3 ഡോട്ട്സിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. ഇപ്പോ സംവിധായകന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അദ്ദേഹം 3 കുട്ടികൾ 3 ഡോട്ട്സ് വിഘടിച്ച് നിൽക്കുകയാണെങ്കിൽ അതൊരു ഫുൾ സ്റ്റോപ്പാണ്. പക്ഷെ 3 പേരും കൂടെ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ അതൊരു കണ്ടിന്യൂറ്റിയാണ്. ഒരു യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ ജയിലിൽ വെച്ച് പരിചയപ്പെടുന്ന 3 വ്യക്തികൾ, അവരുടെ സൗഹൃദം ജയിലിൽ നിന്നും തുടങ്ങി തിരിച്ച് ജയിലിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുകയും ആ ജീവിത വഴികൾ നല്ല കാര്യങ്ങൾ ചെയ്യുകയും അതിനിടയിൽ ഈ പറയുന്ന ഒരു കുട്ടിയുമായിട്ടുള്ളൊരു സമ്പർക്കം, ഒരു സമ്പർക്കം ഉണ്ടാകുമ്പോൾ അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിലൊരു ഫാമിലി അറ്റാച്ച്മെന്റ്സിനെയും റിലേഷൻഷിപ്പിനെയും വ്യക്തമായിട്ട് കാണിക്കുന്ന, അതിൽ ആ റിലേഷൻഷിപ്പിന്റെ ശക്തി എത്രത്തോളം വേണമെന്നും ഇപ്പോഴത്തെ പിള്ളേരുടെ ആവശ്യം, കുട്ടികളുടെ ആവശ്യം എന്താണെന്നുള്ളതും വ്യക്തമായിട്ട് പറയുന്ന ഒരു സിനിമയാണ് 3 ഡോട്ട്സ്. പ്രത്യേകിച്ച് ഒരു നന്മയുടെയും ബന്ധങ്ങളുടെയും കഥ പറയുന്ന സിനിമയാണ്. തീർച്ചയായിട്ടും. ദീവ സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? കൊള്ളായിരുന്നു. സിനിമയിലെ ചേട്ടന്മാരൊക്കെ കൂടെ അഭിനയിച്ചപ്പോ രസം ഉണ്ടായിരുന്നോ? രസം പറ. ചാക്കോച്ചൻ ചേട്ടനും വിജയ് ചേട്ടനും കളിപ്പിക്കുമായിരുന്നു വേറെ. ആണോ? ആദ്യമായിട്ടാണോ മോൻ സിനിമയിൽ അഭിനയിക്കുന്നത്? അതെ. എങ്ങനെയുണ്ടായിരുന്നു? കുഞ്ചാക്കോ ബോബൻ ചേട്ടനും ബിജു ചേട്ടനും ഒക്കെ നല്ല രസമായിരുന്നോ സെറ്റിലൊക്കെ? ഒരു വിശേഷം പറഞ്ഞേ, സെറ്റിലൊരു വിശേഷം പറഞ്ഞേ. ആദ്യം പോയപ്പോ ചാക്കോച്ചൻ ചേട്ടൻ ഒരു കളി കളിപ്പിക്കുമായിരുന്നു. എന്ത് കളിയാ കളിപ്പിക്കണേ? കളിച്ചു അല്ലേ? ഇത് കണ്ടുപിടിക്കണം. പറ്റിയില്ല, പിടിച്ചു. കളി ഇതുപോലെ വളരെ രസകരമായ ഒരു അന്തരീക്ഷമായിരിക്കണം 3 ഡോട്ട്സിന്റെ സെറ്റും കാര്യങ്ങളൊക്കെ. മാത്രമല്ല നിങ്ങൾ വീണ്ടും ഒരു ജോഡി, വിജയ ജോഡി, ഓർഡിനറിക്ക് ശേഷം ഒത്തുകൂടിയ ഒരു സെറ്റും കൂടിയായിരുന്നു ബിജു മേനോൻ, കുഞ്ചാക്കോ ബോബൻ, സുഗീതൊക്കെ. ഈ ഒരു വിജയ കൂട്ടുകെട്ട് ഇങ്ങനെ നിലനിന്നു പോകുന്നത് വളരെയധികം പ്രേക്ഷകർക്കും കൂടി വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കൂട്ടുകെട്ടാണ്. ശരിക്കും 3 ഡോട്ട്സ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഒരു ഭയം എന്ന് പറയുന്നത് ഈ ഒരു പ്രതീക്ഷ തന്നെയായിരുന്നു. കാരണം ഓർഡിനറിക്ക് ശേഷം 3 ഡോട്ട്സിലൂടെ വീണ്ടും ഓർഡിനറിയിലെ മുന്നണിയിലും പിന്നണിയിലും പ്രവർത്തിച്ച ആൾക്കാർ വരുമ്പോൾ പ്രതീക്ഷകൾ വാങ്ങുന്നു. പക്ഷെ ഓർഡിനറിയേക്കാൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള, വളരെ സട്ടിലായിട്ടുള്ള ഒരു ചെറിയൊരു കഥയാണ് അല്ലെങ്കിൽ സിനിമയാണ് ഞങ്ങൾ പറയുന്നത്. അത് ആ രീതിയിൽ തന്നെ കാണാൻ ആയിട്ടാണ് ഞങ്ങൾ പറയുന്നത് തന്നെ. കാരണം ഇപ്പം റോമൻസ് എന്ന് പറയുന്ന സിനിമ ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ദൈവം സഹായിച്ച്.
അപ്പൊ റോമൻസിൽ കാണുന്ന ഒരു ഹ്യൂമർ ഒരിക്കലും പ്രതീക്ഷിച്ച ത്രീ ഡോട്ട്സ് കാണാൻ വരരുത്. കാരണം ഇത് കുറച്ചുകൂടി ഒരു ഫാമിലി അറ്റാച്ച്മെന്റ്സിനും ഇമോഷൻസിനും പ്രാധാന്യം നൽകുന്ന സിനിമയാണ്. അപ്പൊ ആ രീതിയിലാണ് ത്രീ ഡോട്ട്സിനെ കാണേണ്ടത്. ഒരിക്കലും ഒരു ഓർഡിനറിയുമായിട്ട് അല്ലെങ്കിൽ റോമൻസുമായിട്ട് കമ്പയർ ചെയ്യരുത് ത്രീ ഡോട്ട്സിനെ. അപ്പൊ ആ രീതിയിൽ വന്ന് കാണുന്ന പ്രേക്ഷകർ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ സിനിമയിലൂടെ ത്രീ ഡോട്ട്സിലൂടെ എന്താണ് പറയാനായിട്ട് അല്ലെങ്കിൽ കാണിക്കാനായിട്ട് ശ്രമിക്കുന്നത്, ആ ഒരു നന്മ, ബന്ധങ്ങളുടെ ഒരു സുഖം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും ത്രീ ഡോട്ട്സിലൂടെ അവർക്ക് അനുഭവവേദ്യമാകുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും. അതുപോലെ തന്നെ കുഞ്ചാക്കോ ബോബൻ, ബിജു മേനോൻ കൂട്ടുകെട്ട് ഒരു ട്രെൻഡായി മാറുകയാണ് മലയാളത്തിൽ. ചിത്രങ്ങൾ ഇങ്ങനെ നിരവധി വന്നുകൊണ്ടിരിക്കുന്നു രണ്ടുപേരും തമ്മിൽ. ഞങ്ങൾ തൽക്കാലം ഡൈവേഴ്സ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തായാലും ത്രീ ഡോട്ട്സ് എന്ന് പറയുന്ന സിനിമയിലൂടെ അത് ത്രൂ ഔട്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രം സിനിമയല്ല, ഈ പറഞ്ഞ പോലെ പ്രതാപ് പോത്തനുണ്ട്, നരേൻ വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ ചെയ്യുന്നുണ്ട്. അപ്പം കുഞ്ചാക്കോ ബോബൻ, ബിജു മേനോൻ എന്നതിലുപരി ഈ രണ്ടുപേരും കൂടെ ഉള്ള ഒരു കൂട്ടായ്മ ഈ സിനിമയിൽ എന്തായാലും ഉണ്ട്. എനിക്കൊന്ന് റോമൻസിന് ശേഷം ഉള്ളൊരു ബിജു മേനോൻ ഞാനുമായിട്ടൊരു കൂട്ടുകെട്ടെന്ന് പറയുന്ന അങ്ങനത്തെ ഒരു ത്രൂ ഔട്ട് സിനിമ എന്ന് പറയുന്നത് കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഉണ്ടാവുള്ളൂ. വിവ ആദ്യ സിനിമയൊക്കെ വന്നു, നല്ല നല്ല പ്രതികരണങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇനി പുതിയ സിനിമയൊക്കെ വന്നോ? കിരണെന്ന് പറഞ്ഞൊരു ചേട്ടൻ ഉണ്ടായിരുന്നു ഡബിങ് വരുമ്പോ, അപ്പൊ വിളിച്ച് പേരൊന്നും പറഞ്ഞില്ല. ആണോ? ഇനി പുതിയ സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ടോ? അഭിനയിക്കാൻ ഇഷ്ടമാണോ? ഒരു പാട്ട് പാടിക്കേ സിനിമയിൽ, നമ്മൾ ത്രീ ഡോട്ട്സിൽ ഒരു പാട്ട് പാട്. Why is the moon so bright? Why do stars shine at night? Why do fireflies have like uncles? ആ മൂന്ന് വഴിയേ ഉള്ളൂ. ആ മൂന്ന് വഴിയേ ഉള്ളൂ. ഈ അങ്കിൾസ് ഒക്കെ വളരെ രസമായിരുന്നോ അവന്റെ കൂടെ? ഇനി അങ്കിൾസിന്റെ ഒക്കെ കൂടെ സിനിമയിൽ വരുവോ? എത്രയാണ് മോൻ പഠിക്കുന്നേ? രണ്ടിലാ പഠിക്കുന്നേ? അപ്പൊ പരീക്ഷയൊക്കെ കഴിഞ്ഞപ്പോ സുഖമായിട്ടിരിക്കുന്ന വെക്കേഷനൊക്കെ ആയിട്ട്? ആകെയുള്ള സങ്കടം എന്ന് പറയുന്നത് ഇപ്പൊ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് സ്കൂളിൽ ചെന്നിട്ട് പിള്ളേരുമായിട്ട് സുഹൃത്തുക്കളുമായിട്ട് സിനിമയിലെ വിശേഷങ്ങളൊന്നും പങ്കുവയ്ക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ അല്ലേ? സ്കൂൾ തുറന്നിട്ട് വേണം നമുക്ക് വിശേഷങ്ങളൊക്കെ ശരിക്കും പങ്കുവയ്ക്കാൻ. ടീച്ചർ വിടത്തില്ല, വഴക്ക് പറയുന്നു. ശരി, ആദ്യത്തെ ദിവസം ഒന്നും പഠിപ്പിക്കത്തില്ല, സ്കൂളിൽ വരുമ്പോ ആദ്യത്തെ ദിവസം. തീർച്ചയായും ശരിക്കും സെറ്റിലും സിനിമയിലും ഒക്കെ വളരെയധികം നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. കുട്ടികളൊക്കെ ഉള്ളപ്പോൾ നല്ല രസമായിരിക്കും. ഇനി ചാക്കോച്ചന്റെ പുതിയ ചിത്രങ്ങളൊക്കെ ഏറൊക്കെയാണ്. ഇപ്പൊ ഞാൻ അഭിനയിച്ച് തീർത്ത സിനിമ എന്ന് പറയുന്നത് ഗോഡ് ഫോർ സെയിൽ, ഭക്തിപ്രസ്ഥാനം എന്ന് പറയുന്ന ബാബു ജനാർദ്ദനൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ്. ഇപ്പൊ തുടങ്ങാൻ പോകുന്നത് ലാൽ ജോസ്, സിന്ധുരാജ്, എൽസമ്മയ്ക്ക് ശേഷം, എൽസമ്മ എന്ന ആൺകുട്ടിക്ക് ശേഷം ഞാനും കൂടെ വർക്ക് ചെയ്യുന്ന ഒരുമിക്കുന്ന ഒരു ചിത്രമാണ് പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും എന്ന് പറയുന്നത്. പൂർണ്ണമായിട്ടും കുട്ടനാടൻ ബാക്ക്ഗ്രൗണ്ടിൽ ചിത്രീകരിക്കുന്ന ഒരു ചിത്രമാണ്. ലാൽ ജോസ് ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു കുട്ടനാടൻ ബാക്ക്ഗ്രൗണ്ടിലൊരു പൂർണ്ണമായിട്ടുള്ളൊരു ചിത്രം ചെയ്യുന്നത്. പിന്നെ രാജേഷ് പിള്ള ട്രാഫിക്കിന് ശേഷം മോട്ടോർ സൈക്കിൾ ഡയറീസ് എന്ന് പറയുന്ന സിനിമ. അങ്ങനെ കുറച്ച് നല്ല സിനിമകളുണ്ട്. തീർച്ചയായും ഇനിയും വിജയങ്ങൾ ഒരു പെരുമഴ തന്നെ ചാക്കോച്ചന്റെ ഒപ്പം നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെയധികം നന്ദി നാവലെത്തിയതിന്. താങ്ക് യു.